കൃഷ്ണഭക്തചരിതം. മധുര രാജ്യത്തിനു സമീപത്തിൽ ധാർമ്മികനായൊരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ആ ബ്രാഹ്മണന് അമ്മയും ഉണ്ടായിരുന്നു. അദ്ദേഹം വിവാഹം കഴിച്ച് ഭാര്യയുടെ ഗൃഹത്തിൽ നിന്ന് അവളെയും കൂട്ടിക്കൊണ്ട് തൻ്റെ ഗൃഹത്തിലേക്ക് വരുന്ന വഴിയിൽ ഒരു കാട്ടിൽ വെച്ച് പിടിച്ചുപറിക്കാരായ ചില കള്ളന്മാർ കൂടെ കൂടി. അവരെ ആയുധപാണികളായി കണ്ട് ബ്രാഹ്മണൻ ഭയപ്പെട്ട് കാട്ടിലൊരു സ്ഥലത്ത് സ്നാനവും മറ്റും കഴിച്ച് ഗൃഹത്തിലേക്കിനി പോകുന്നുള്ളൂവെന്ന് പറഞ്ഞിരുന്നു. അത് കണ്ടപ്പോൾ കള്ളന്മാർ പറഞ്ഞു, ബ്രാഹ്മണ, ഈ കാട് അതിഭയങ്കരമായിട്ടുള്ളതാണ്. ഇത് 2 നാഴിക ദൂരമുണ്ട്. ഇത് കടന്നിട്ട് ഭയപ്പെടാതെ സ്നാനവും പൂജയും മറ്റും ചെയ്തുകൊള്ളുക. ഈ കാട്ടിനെ ഞങ്ങളോടുകൂടി കടന്നുകൊള്ളുക. ഇത് കേട്ടപ്പോൾ ബ്രാഹ്മണൻ ഭയപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരുന്നില്ല. നിങ്ങൾ മുൻപിൽ പൊയ്ക്കൊള്ളുവിൻ, ഞങ്ങൾ പിന്നാലെ വന്നുകൊള്ളാം. യാതൊരു പരിചയമില്ലാത്തവരുടെ കൂടെ കാട്ടിൽ കൂടി ബുദ്ധിയുള്ളവൻ പോകരുത് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ അവർ, ബ്രാഹ്മണ, അങ്ങൊട്ടും ഭയപ്പെടേണ്ട. അങ്ങയ്ക്ക് ഹിതമായതാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളെ എന്തിനാണ് ഭയപ്പെടുന്നത്? നമ്മളുടെ എല്ലാവരുടെയും സമീപത്തിലും ജഗദീശ്വരനായ ശ്രീകൃഷ്ണ പരമാത്മാവില്ലേ? ആർ ദുഷ്ടവിചാരം ചെയ്യുന്നുവോ അവരെ ആ ജഗരക്ഷകനായ ഭഗവാൻ ദണ്ഡിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ അവർ പറഞ്ഞ വാക്കിനെ കൃഷ്ണഭക്തനായ ബ്രാഹ്മണൻ വിശ്വസിച്ച് അവരോടുകൂടി പുറപ്പെട്ടു. കുറെ ദൂരം പോയപ്പോൾ ആ ഘാതകന്മാർ ആ ബ്രാഹ്മണനെ പിടിച്ച് കത്തികൊണ്ട് കഴുത്തറുത്ത് കയ്യിലുള്ള ധനമെല്ലാം അപഹരിച്ചു. ബ്രാഹ്മണന്റെ ഭാര്യയുടെ പല്ലക്കെടുത്തിരുന്നവരോട് പറഞ്ഞു, നിങ്ങൾ ഇനി ആ വഴിക്ക് പോവേണ്ട, ഇങ്ങോട്ട് നടക്കുവിൻ, അല്ലെങ്കിൽ ബ്രാഹ്മണനെ കൊന്നതുപോലെ നിങ്ങളെയും കൊല്ലും. അവർ അത് കേട്ട് ഭയപ്പെട്ട് പ്രാണരക്ഷയ്ക്ക് വേണ്ടി ഘാതകന്മാരോട് കൂടെ നടന്നു. അപ്പോൾ ബ്രാഹ്മണനെ കൊന്നുവെന്ന് കേട്ട് ഭാര്യ കരയുവാൻ തുടങ്ങി. അല്ലയോ കൃഷ്ണസ്വാമി, അവിടുന്ന് എവിടെ? നിന്തിരുവടിയുടെ ഭക്തനായ ബ്രാഹ്മണനെ ഹിംസിക്കുന്നത് കണ്ടിട്ട് മിണ്ടാതിരിക്കുകയോ ചെയ്യുന്നത്? അനാഥരക്ഷക, ആർത്തബന്ധോ, അങ്ങേ വിശ്വസിച്ചല്ലേ ഈ ഘാതകന്മാരോട് കൂടെ ബ്രാഹ്മണൻ പുറപ്പെട്ടത്? ആശ്രിത രക്ഷണം ഭഗവാന്റെ സഹജമായ ധർമ്മമല്ലേ? എന്തുകൊണ്ടാണ് ഭക്തനെ ഉപേക്ഷിച്ചത്? ഇങ്ങനെ പല പ്രകാരം ഭഗവാനെ വിളിച്ച് കരയുമ്പോൾ 4 ആളുകൾ കുതിരപ്പുറത്ത് കയറി കയ്യിൽ വാളും പിടിച്ചുകൊണ്ട് നിൽക്കടാ നിൽക്ക എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് കുതിരയെ അതിവേഗത്തിൽ ഓടിച്ചു വന്നു. ഘാതകന്മാരെ വാൾ കൊണ്ട് വെട്ടിക്കൊന്ന പല്ലക്കുകാരെ തിരിച്ച് നേർവഴിയിൽ കൂടി നടത്തി ബ്രാഹ്മണന്റെ ഭാര്യയോട് പറഞ്ഞു, നീ ഒട്ടും വ്യസനിക്കേണ്ട, നിന്റെ ഭർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുപോകാം. ഇത് പറഞ്ഞ് അവളെ ബ്രാഹ്മണന്റെ അടുക്കൽ കൊണ്ടുപോയി. ഭർത്താവ് മരിച്ചു കിടക്കുന്നത് കണ്ട് അവൾ കരഞ്ഞു തുടങ്ങി. അപ്പോൾ അവരിൽ ഒരാൾ കുതിരപ്പുറത്തു നിന്നിറങ്ങി ബ്രാഹ്മണ പത്നിയെ സമാധാനിപ്പിച്ചു. ബ്രാഹ്മണന്റെ തലയും ഉടലും ചേർത്ത് വെച്ച് ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ചവർ 4 പേരും മറഞ്ഞു കളഞ്ഞു. ഉടനെ ആ ബ്രാഹ്മണൻ ഉറങ്ങി ഉണർന്നതുപോലെ എഴുന്നേറ്റിരുന്നു. അപ്പോൾ ഭാര്യയും പല്ലക്കുകാരും സന്തോഷിച്ച് ഉണ്ടായ വർത്തമാനമെല്ലാം ബ്രാഹ്മണനോട് പറഞ്ഞു. അതെല്ലാം കേട്ട് ബ്രാഹ്മണൻ അത്യന്തം വിസ്മയിച്ചു. ശ്രീകൃഷ്ണനിൽ മുമ്പത്തേക്കാളും ഭക്തിയെ ഉറപ്പിച്ചു. അനന്തരം തൻ്റെ ഗൃഹത്തിലേക്ക് പോയി അമ്മയെ നമസ്കരിച്ച വൃത്താന്തമെല്ലാം പറഞ്ഞു. അതെല്ലാം കേട്ട് അമ്മ വളരെ കരഞ്ഞു. ശ്രീകൃഷ്ണ സ്വാമി തന്നെയാണ് പുത്രനെ ജീവിപ്പിച്ചതെന്ന നിശ്ചയ ഭക്തിയോടുകൂടിയിരുന്നു. ബ്രാഹ്മണൻ ശ്രീകൃഷ്ണ ഭക്തിയോടുകൂടി തന്നെ മരണപര്യന്തം ജീവിച്ചു. അന്ത്യത്തിൽ കൃഷ്ണ സായുജ്യത്തെയും പ്രാപിച്ചു. ഭക്തവത്സലനായ ഭഗവാൻ ഇപ്പോഴും ഇങ്ങനെ തന്നെ ഭക്തന്മാരെ ആപത്തിൽ നിന്ന് രക്ഷിച്ചു വരുന്നു.